ഇറാനിലെ ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാരെ തിരികെത്തിക്കാനുള്ള നടപടികൾ ഇന്ന് ഉണ്ടായേക്കും. മടങ്ങിവരാൻ ആഗ്രഹിക്കുന്ന പൗരന്മാരെ ആയിരിക്കും ഇറാനിൽ നിന്ന് തിരികെ കൊണ്ടുവരിക. ഒരുക്കങ്ങൾ പൂർത്തിയായതാണ് വിവരം. ഏതാണ്ട് 10,000-ലധികം ഇന്ത്യൻ പൗരന്മാരാണ് ഇറാനിലുള്ളത്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അച്യുതൻ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരിക, നമുക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അവിടെ. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. ക്രിസ്റ്റിന, കഴിഞ്ഞ ദിവസമാണ് ഇറാൻ അവരുടെ വ്യോമപാത അടച്ചതും അതിപ്പോൾ തുറന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാലും പല എയർലൈനുകൾ ഈ വ്യോമപാത ഇപ്പോൾ ഉപയോഗിക്കാനായി അവർക്ക് കഴിയുന്നില്ല. കാര്യം നിലവിൽ ഈ മേഖലയിലാകെ ഒരു അസാധാരണമായ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് പല എയർലൈനുകളും ഇപ്പോഴും ആ വ്യോമപാത ഉപയോഗിക്കാത്തത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരെ തിരികെ കൊണ്ടുവരാനായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് ഇന്നലെയോടുകൂടി കടന്നിരിക്കുന്നത്. ഉടൻ തന്നെ ഒരു പ്രത്യേക ദൗത്യം ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം. എന്തായാലും ഉടൻ തന്നെ അതിൻ്റെ ഒരു പ്രഖ്യാപനം കാണും. നിരവധി വിദ്യാർത്ഥികൾ, ഏതാണ്ട് 10,000-ലധികം ഇന്ത്യൻ പൗരന്മാർ ഇറാനിലുണ്ട്. അതിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ്. അതും ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഈ കണക്കുകളിലും കൂടുതലായി ഉള്ളത്. കഴിഞ്ഞ തവണ ഇതുപോലെ ഇറാനും അമേരിക്കയും തമ്മിലൊരു സംഘർഷത്തിലേക്ക് കടന്ന സാഹചര്യത്തിലും ഇന്ത്യ സ്വന്തം പൗരന്മാരെ ഇറാനിൽ നിന്ന് തിരികെ രാജ്യത്തേക്ക് മടക്കിക്കൊണ്ടു വന്നിരുന്നു. അന്ന് ഓപ്പറേഷൻ സിന്ധു എന്നായിരുന്നു അതിന് പേര് നൽകിയിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇറാനിലെ സാഹചര്യം കൂടുതൽ വഷളാകുന്ന ആ ഒരു ഘട്ടത്തിലാണ്. ആദ്യം ഇന്ത്യ അവിടെയുള്ള പൗരന്മാർക്ക് നിർദ്ദേശം നൽകുന്നു, രാജ്യം വിടണമെന്നുള്ള നിർദ്ദേശം നൽകുന്നു. ഇപ്പോൾ തിരികെ വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ മടക്കിക്കൊണ്ടുവരാനുള്ള ദൗത്യത്തിലേക്ക് കൂടിയാണ് കടക്കുന്നത്. ഇന്നിപ്പോൾ ഇസ്രായേലിലെ ഇന്ത്യൻ എംബസിയും അവിടെ ഉള്ള പൗരന്മാർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഈ മേഖലയിൽ ആകെ ഒരു ടെൻഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പുലർത്തണം. അനാവശ്യമായ യാത്ര, ഇസ്രായേലിലേക്കുള്ള അനാവശ്യമായ യാത്ര ഒഴിവാക്കണം. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണം, ആ ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടണം എന്നൊരു നിർദ്ദേശമാണ് ടെൽ അവീവിലെ ഇന്ത്യൻ എംബസിയും നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ വഷളായി തുടരുമ്പോഴാണ് സ്വന്തം പൗരന്മാരെ മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലേക്ക് കൂടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കടന്നിരിക്കുന്നത്. ക്രിസ്റ്റിന, ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.